സ്നേഹമുള്ളവരെ, നാരങ്ങത്തോട് ശ്രേയസിൻ്റെ നേതൃത്വത്തിൽ വാർഷിക ഡിജിറ്റൽ റിപ്പോർട്ട് ക്രമീകരിക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു. ഇതിന് എല്ലാവിധ ആശംസകൾ, പ്രാർത്ഥനകൾ സ്നേഹപൂർവ്വം നേരുന്നു. (2023-2024) വാർഷിക പൊതുയോഗം ഞങ്ങൾക്കിവിടെ വളരെ മനോഹരമായിട്ട് നടത്തുവാൻ കഴിഞ്ഞു. അത് ഈ പ്രദേശത്തെ ശ്രേയസ് കുടുംബങ്ങളുടെ വിജയമാണ് ഞങ്ങൾ കരുതുന്നു. തുടർന്നും ഈ പ്രദേശത്തെ എല്ലാ ശ്രേയസ് കുടുംബങ്ങൾക്കും ഈ യൂണിറ്റിൻ്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചു. പ്രിയമുള്ളവരെ, 2023-24 വർഷത്തെ നാരങ്ങാത്തോട് ശ്രേയസ് പൊതുയോഗത്തിന് എല്ലാവിധ ആശംസകളും ആനിക്കാംപോയിൽ യൂണിറ്റിൻ്റെ പേരിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലങ്കര സഭയുടെ പ്രഥമ മെത്രാപ്പോലിത്തായിരുന്ന അഭിമന്യ മോറന്മാർ ബെസേലിയോസ് കാതോലിക്ക ബാവയുടെ മനസ്സിലുദിച്ച ഒരാശയമായിരുന്നു ശ്രേയസ്. പാവപ്പെട്ടവരോടും പാർശ്വരിക്കപ്പെട്ടവരോടും കൂടെ കരുണ കാണിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അത് വളർന്നു വന്നു. 1979 ശ്രേയസ് രൂപീകൃതമായി. കരുണ നിറഞ്ഞും കർമ്മനിരതരുമായ പ്രവർത്തനത്തിലൂടെ ഫാദർ ജോസ് പാലക്കാട്ടിൽ ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ആദ്യമായി സ്ഥാനമേറ്റു. തുടർന്ന് ആദിവാസി സമൂഹങ്ങളിലും അവശത അനുഭവിക്കുന്നവരിലും ഇറങ്ങി പ്രവർത്തിക്കുവാൻ തുടങ്ങി. രണ്ടാമത്തെ മെത്രാപ്പോലിത്തായി സ്ഥാനമേറ്റ കാലം ചെയ്ത അഭിമന്യ ഗീവർഗീസ് മാർ ദിവന്യാസിയോസ് മെത്രാപ്പോലിത്തായുടെ പ്രവർത്തനം ശ്രേയസിന് കരുത്തേകി. ഇപ്പോഴത്തെ മെത്രാപ്പോലിത്തായ ഡോക്ടർ മാർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലിത്തായുടെ നൂതന ആശയങ്ങളിലൂടെ ശ്രേയസ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കും. ശ്രേയസ് നാരങ്ങാത്തോട് യൂണിറ്റിൽ ഫാദർ ജോർജ് കിളിച്ചിമലയുടെ നേതൃത്വത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന പേരിൽ ആരംഭിച്ചു. ആരംഭകാലത്ത് ഫാം ക്ലബ്ബ്, മഹിളാ സമാജമായും അതിനോടനുബന്ധിച്ച് വാർഡ് തല ഗ്രൂപ്പുകളായും 1998 സംഘമായും രൂപീകൃതമായി. കോടഞ്ചേരി, തിരുവാമ്പാടി, കൂടരഞ്ഞി പഞ്ചായത്തുകളിലായി 47 സ്ത്രീ സംഘങ്ങളും 13 പുരുഷ സംഘങ്ങളും 11 ബാലജ്യോതി, സീനിയർ സിറ്റിസൺ 1, അങ്ങനെ 72 സംഘമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 4 സംഘങ്ങൾ പുതിയതായിട്ട് രൂപീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഭരണ സംവിധാനം: യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളിൽ, പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജി, യൂണിറ്റ് പ്രവർത്തകർ ശ്രീമതി ഗ്രേസുകുട്ടി വർഗീസ്, ശ്രീമതി ബീന ജോസ്, യൂണിറ്റ് പ്രസിഡന്റ് PC ചാക്കോ, വൈസ് പ്രസിഡന്റ് ജോസ് റാപ്പുഴ, സെക്രട്ടറി ശ്രീമതി റോഷ്നി ജോളി, ജോയിന്റ് സെക്രട്ടറി ശ്രീ VD ജോസഫ്, കമ്മിറ്റി അംഗങ്ങൾ ശ്രീമതി വത്സമ്മ വട്ടപ്പാറ, ചെറിയാൻ പുതുക്കാട്ടിൽ എന്നിവർ യൂണിറ്റിന് നേതൃത്വം നൽകുന്നു. സംഘതല പ്രവർത്തനങ്ങളിലൂടെ അയൽബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു. വ്യക്തിബന്ധങ്ങൾ കൂട്ടിയുറപ്പിക്കപ്പെടുന്നു. സംഘങ്ങളിലെ രോഗീ സഹായം, രോഗീ സന്ദർശനം, ഭവന നിർമ്മാണം എന്നിവ നടത്തിവരുന്നു. സംഘങ്ങളിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും സംഘങ്ങൾ ഒത്തുചേരുന്നു. അരുണോദയ, ഐശ്വര്യ, ചെറുശ്ശേരി, ഏഞ്ചൽ, കക്കാട്ടുപാറ, ശ്രുതി എന്നീ സംഘങ്ങൾ വാർഷികവും കുടുംബസംഗമവും നടത്തി. ഇതിൽ പഞ്ചായത്ത് പ്രതിനിധികൾ, യൂണിറ്റ് ഡയറക്ടർ, മേഖലാ കോർഡിനേറ്റർ, മേഖലാ ഡയറക്ടർ, കമ്മിറ്റി അംഗങ്ങൾ, സിഒമാർ എന്നിവർ പങ്കാളികളാകുന്നു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ആനിക്കാംപോയിൽ അധ്യാപക ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളിയിൽ അധ്യക്ഷനായ യോഗത്തിൽ SI രമ്യ ഉദ്ഘാടനം ചെയ്തു. 15 അധ്യാപകരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അമ്മമാർക്ക് ആനുകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. ഇതിൽ 55 അംഗങ്ങൾ പങ്കെടുത്തു. മിത്രം പദ്ധതി: നമ്മുടെ പ്രദേശങ്ങളിൽ ഉപജീവനമാർഗമില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് അവരുടെ വരുമാന മാർഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ പദ്ധതികൾക്ക് രൂപം കൊടുത്തു. ഈ പദ്ധതിയിൽ 8 കുടുംബങ്ങൾ ഉപഭോക്താക്കളായി നിലവിലുണ്ട്. സെസ്: ശ്രേയസിൽ നിന്ന് തൊഴിലധിഷ്ഠിത വായ്പ 7 കുട്ടികൾക്ക് നൽകുവാൻ സാധിച്ചു. തൊഴിലാളി വിദ്യാഭ്യാസം: സ്വന്തമായി വരുമാന മാർഗമില്ലാത്ത വീട്ടമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് സംരംഭകത്വ പരിശീലനം നൽകി. 100 അമ്മമാർ പങ്കെടുത്തു. ഈ ക്ലാസ്സിന് ദാമോദര മൊടവൻകണ്ടി സാർ, VK സിംഗ് എന്നിവർ നേതൃത്വം നൽകി. അന്നേ ദിവസം തന്നെ മണിപ്പൂർ കലാപത്തിനെതിരെ നാരങ്ങാത്തോട് യൂണിറ്റിൻ്റെ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 8 യൂണിറ്റിൽ സ്ത്രീ ശാക്തീകരണ സെമിനാർ സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ സിജോച്ചന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വാർഡ് മെമ്പർ സൂസൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വനിതാ ദിനം: അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 8 യൂണിറ്റ് സ്ത്രീ ശാക്തീകരണ സെമിനാർ സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ സിജോച്ചന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വാർഡ് മെമ്പർ സൂസൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു.
മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം അനുഗ്രഹ പ്രഭാഷണവും മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജി വനിതാ ദിന സന്ദേശവും നൽകി. മൃഗസംരക്ഷണത്തിലൂടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന വീട്ടമ്മയായ ശ്രീമതി മേരി ജോസഫിനെ പൊന്നാട അണിയിച്ചു ആദരിച്ചു. വേളങ്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശ്രീമതി സോഫി ജോസഫ് സ്ത്രീയും സമൂഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അമ്മമാരെയും മെഡൽ നൽകി ആദരിച്ചു. SSLC +2 അവാർഡ് 24/6/2023 യൂണിറ്റ് ഡയറക്ടർ സിജോ അച്ഛന്റെ അധ്യക്ഷതയിൽ ചേർന്ന മീറ്റിംഗ് കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ ഡയറക്ടർ, മേഖലാ കോർഡിനേറ്റർ, വാർഡ് മെമ്പർമാർ എന്നിവർ ആശംസകൾ നേർന്നു. 2023 വർഷം ഉന്നത വിജയം നേടിയ 15 കുട്ടികളെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി ആദരിച്ചു. റിപ്പബ്ലിക് ദിനം ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കക്കാട്ടുപാറ സംഘത്തിലെ വിമുക്ത ഭടൻ വിജയകുമാർ സാറിനെ ആദരിച്ചു. യൂണിറ്റ് ഡയറക്ടർ, മേഖലാ ഡയറക്ടർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കുരോട്ടുപാറ അങ്ങാടിയിൽ 5 സംഘങ്ങളുടെ നേതൃത്വത്തിൽ യൂണിറ്റ് ഡയറക്ടർ പതാക ഉയർത്തുകയും എക്സ് മിലിറ്ററി ഷാജി കിഴക്കുംകര പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. എല്ലാവർക്കും മധുരം നൽകി സന്തോഷം പങ്കുവച്ചു. യേശുഭവൻ സന്ദർശനം അനാഥരെയും അഗതികളെയും സന്ദർശിക്കുന്നതിനും അവരോടൊപ്പം അല്പസമയം ചിലവഴിക്കുന്നതിൻ്റെയും ഭാഗമായി യൂണിറ്റ് ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ യേശുഭവൻ സന്ദർശിക്കുകയും ഒരു നേരത്തെ ഭക്ഷണവും സംഘങ്ങളുടെ സഹായത്തോടെ ആവശ്യ സാധനങ്ങൾ നൽകുകയും ചെയ്തു. ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ ശ്രേയസിൻ്റെ കീഴിൽ കഴിഞ്ഞ 34 വർഷമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ആ സുന്ദര നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷവും അഭിമാനവുമുണ്ട്. ഈ സംഘടനയിൽ പ്രവർത്തിച്ചത് മൂലം എനിക്ക് എൻ്റെ വ്യക്തിപരമായ വികാസത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ എനിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തെ യൂണിറ്റ് ഭാരവാഹി എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചപ്പോൾ ഈ യൂണിറ്റുമായി യൂണിറ്റ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി സംസാരിക്കുമ്പോൾ ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 4-ാം തീയതി ക്യാൻസർ ദിനത്തിൽ കുടരഞ്ഞി ഹെൽത്ത് ഇൻസ്പെക്ടർ ജോൺസൺ പുത്തൂർ ബ്രസ്റ്റ് ക്യാൻസറിനെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് ആനിക്കാമ്പൊയിൽ വ്യാപാര ഭവനിൽ വെച്ച് നടത്തി. ക്ലാസ്സിൽ 50ഓളം വനിതകൾ പങ്കെടുത്തു. കണ്ടപ്പഞ്ചാൽ പ്രദേശത്തെ ക്യാൻസർ രോഗിയായ ഒരു വ്യക്തിയുടെ ഭവനം സന്ദർശിക്കുകയും കുടുംബത്തെ യൂണിറ്റ് ഡയറക്ടർ, മേഖലാ കോർഡിനേറ്റർ, സിഒമാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്ന് കുടുംബത്തിന് വേണ്ടിയും രോഗിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും യൂണിറ്റിന് കഴിയുന്ന വിധം ചെറിയ തോതിൽ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ സന്ദർശനം കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസവും ഞങ്ങൾക്ക് ഹൃദയസ്പർശിയായ ഒരു അനുഭവമായിരുന്നു. നാളെയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകളെ വ്യക്തിത്വമുള്ളവരും മൂല്യബോധമുള്ള തലമുറയെ വളർത്തിയെടുക്കുന്നതിനും അവരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി യൂണിറ്റിന് കീഴിൽ ബാല്യജ്യോതി പ്രവർത്തിച്ചു വരുന്നു. രക്ഷാധികാരികളുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് കൂടുകയും സംഘതലത്തിൽ കുട്ടികൾക്ക് ക്വിസ് മത്സരം, കലാകായിക മത്സരം, ആഘോഷങ്ങൾ എന്നിവ നടത്തുന്നു. നവംബർ 14 ശിശുദിനത്തോടനുബന്ധിച്ച് യൂണിറ്റിൽ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ എം നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ, ലഹരിയുടെ ദുരുപയോഗം എന്നീ വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. സജീവൻ 2023 എന്ന പേരിൽ ലൈഫ് സ്കൂൾ സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത് ചെമ്മാശന്മാരായ ഏബലും ജോസഫുമായിരുന്നു. ഇതിൽ 83 കുട്ടികൾ പങ്കെടുത്തു. വയോജന ദിനം ഒക്ടോബർ 1 വയോജന ദിനത്തോടനുബന്ധിച്ച് യൂണിറ്റിൽ വയോജനങ്ങളെ ആദരിച്ചു. 16 വയോജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയും അവരെ കേൾക്കുകയും ചെയ്ത് വളരെ മൂല്യമുള്ള കാര്യമായി ഞങ്ങൾ കരുതുന്നു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം എല്ലാ വയോജനങ്ങളെയും പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ശേഷം മധുരം വിളമ്പുകയും ചെയ്തു. ഓണാഘോഷം ഓഗസ്റ്റ് 30 യൂണിറ്റിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. 10 മണി മുതൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും മത്സരങ്ങൾ നടത്തി. ശേഷം യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ അധ്യക്ഷനായ യോഗം വാർഡ് മെമ്പർ സൂസൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഏറ്റവും പ്രായമുള്ള കർഷകൻ ചെറിയാൻ പുത്തൻപുരയെ ആദരിച്ചു. ഓരോരുത്തരും വിവിധതരം കറികൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയും അങ്ങനെ വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കുവാനും സാധിച്ചു. സംഘാംഗങ്ങൾ കൂടാതെ നമ്മുടെ സമീപ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും പോലീസ് പ്രതിനിധികളും ഓണാഘോഷത്തിൽ പങ്കെടുത്തു. കൂടാതെ നിർധനരായ 11 കിടപ്പ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകുവാനും സാധിച്ചു. യൂണിറ്റിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശ്രേയസ് കുടുംബാംഗങ്ങൾക്ക് കരുത്തേകിയ ബഹുമാനപ്പെട്ട സിജോ അച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. ഉപസംഹാരം. യൂണിറ്റിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും നമ്മെ നയിച്ച നമ്മുടെ യൂണിറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ തന്ന ശ്രേയസ് കുടുംബാംഗങ്ങൾക്ക് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കരങ്ങളുമായി വന്ന നമ്മുടെ യൂണിറ്റ് ഡയറക്ടർ സിജോ അച്ഛൻ, മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം, ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലങ്കൽ എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഞങ്ങളുടെ മേഖലാ കോർഡിനേറ്റർ ലിസി റെജിയെ നന്ദിയോടെ ഓർക്കുന്നു.
നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സിയോമാർ, യൂണിറ്റ് പ്രസിഡന്റ് PC ചാക്കോ, കമ്മിറ്റി അംഗങ്ങൾ, സംഘം ഭാരവാഹികൾ, സംഘാംഗങ്ങൾ എന്നിവരെ നന്ദിയോടെ സ്മരിക്കട്ടെ. നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ തരുന്ന പ്രാദേശിക നേതാക്കന്മാർ, ആത്മീയ ഗുരുക്കന്മാർ എല്ലാവർക്കും നന്ദിയുടെ വാടാമലരുകൾ അർപ്പിക്കുന്നു. ഈ വർഷക്കാലം നമ്മളിൽ നിന്ന് മരണം വഴി മാറ്റപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ടവരായ ആലീസ് പുത്തമ്പുരയിൽ, സുമാ മോഹൻദാസ് എന്നിവർക്ക് ആത്മശാന്തി നേർന്നുകൊണ്ടും അവരുടെ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് മാതൃകയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്